ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും കാപ്പിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ദേ കാപ്പി തിളക്കട്ടെ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് പൊടിയിട്ട് വെക്കുവാണേ. പൊടി ഒന്ന് അമൃതം പൊടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ റാഗിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ പീലിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവളോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല മൂടല്ല കേട്ടോ, ചിരിച്ചൊക്കെ കാണിച്ചു. പിന്നെ ദേ അപ്പോൾ ദേ കുറുക്ക് ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടും പീലിമോളെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടോ. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കാൻ വെക്കുവാണ്. പിന്നെ ദേ മോന് കാപ്പി എടുത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവൻ ചോദിച്ചു വന്നപ്പോഴേക്കും ആയിട്ടുണ്ടായില്ല. അപ്പോൾ ദേ കൊണ്ട് കൊടുക്കുവാണ്. പിന്നെ ഞാനും കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടി നനയ്ക്കുന്നുണ്ട്. പുട്ടുണ്ടാക്കാൻ പോകുന്നു. പീലിമോളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുട്ടിനുള്ള പൊടി നനക്കാൻ പോവാണ്. ഗോതമ്പ് പുട്ടാണ് കേട്ടോ. ആശീർവാദ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. എന്നാലും ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഇട്ടിട്ടോ. പിന്നെ ചോറ് തിളപ്പിച്ചപ്പോൾ കഞ്ഞിവെള്ളം വീണിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം പൊടി നനച്ചെടുത്തു കേട്ടോ. പിന്നെ ഇത് തേങ്ങയും കൂടി ചിരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ടിന് കറിയൊന്നുമില്ല, പഴവും പപ്പടവുമാണ് കേട്ടോ. അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കൂടി ഞങ്ങൾ കഴിച്ചു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പുറത്തുനിന്ന് കഴിക്കുവാണ് കേട്ടോ. അവർക്ക് കഴിക്കുന്ന വീഡിയോയിൽ വരാനായിട്ട് താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. മോന് കുഴപ്പമില്ല. അപ്പോൾ ഞാനും കുഞ്ഞും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ വായിലോട്ട് എടുക്കും കേട്ടോ. പിന്നെ ഇത് കട്ടൻ കാപ്പിയും കൂടി ഞാൻ അപ്പുറത്ത് പോയിരുന്ന് സ്വസ്ഥമായിട്ട് നിന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ കാപ്പിടിയൊക്കെ കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് ഇതേ വീണ്ടും കൗണ്ടർ ടോപ്പൊക്കെ ഒന്നും കൂടി തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ അരി ഇടാൻ പോവുകയാണ്. അപ്പോൾ റേഷൻ കടയിലെ മട്ടരിയാണ് കേട്ടോ. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്ല് കടിച്ചു. അപ്പോൾ ഞാനതൊന്ന് മെനഞ്ഞിടാമെന്ന് വിചാരിച്ചു. പക്ഷേ വന്നപ്പോഴേക്കും എനിക്ക് കല്ലൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് അരി ഇട്ടിട്ടുണ്ട്. കുക്കറിലാണ് ഇടുന്നത്. ഉച്ചത്തേക്ക് മാത്രം ആയതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ചെറിയ കുക്കറിലാണ് ഇടുന്നത്. പിന്നെ അതേ അതിൽ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള സവാളയൊക്കെ 3 സവാള ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി കൊണ്ടുവന്നിട്ട് വേണം ബാക്കിയുള്ളതും കൂടി അരിയാനായിട്ട്. അപ്പോൾ ഉള്ള സവാള അരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്നും വലിയൊരു കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചോറ് വാർക്കുവാണ് കേട്ടോ. എനിക്ക് ഈ കുക്കറിൽ തന്നെ വാർക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇതാകുമ്പോൾ ഒരു വറ്റ് പോലും പുറത്ത് പോവില്ല. കലത്തിലാകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഈ കുക്കറിലാണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. വലിയ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അരിപ്പ പാത്രത്തിലിട്ട് ഊറ്റേണ്ടി വരും. അപ്പോൾ ഇത് ചിക്കൻ വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് കറി വെക്കാനും വറക്കാനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറക്കാനുള്ളതിലേക്ക് മസാലയൊക്കെ പറ്റി വെക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. വോയിസ് കൊടുക്കാൻ നേരത്തെ എപ്പോഴും കുഞ്ഞിനെടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ വറക്കാനുള്ളത് എല്ലാം പുരട്ടി വെച്ചു. പിന്നെ ഇത് കറിക്കുള്ളത് ചിക്കൻ മസാലയും ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് പുരട്ടി വെക്കുവാണ് കേട്ടോ. നല്ലപോലെ തിരുമ്മി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. ഇനി കുളി കഴിഞ്ഞിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കറി വെക്കാൻ പോവുകയാണ്. സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളത് ഉണ്ട് കേട്ടോ. രണ്ടിനുള്ളതും മസാലയൊക്കെ പറ്റി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചേക്കണമെങ്കിൽ കറി വെച്ചാൽ മതി കേട്ടോ. ഇതേ കറി വെക്കാൻ പോവാണ്.
അപ്പോൾ ഇതേ പതിവ് പോലെ ഉരുളി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ളത്. ചിക്കൻ മസാല പറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ട കാരണം സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ സവാള വഴറ്റുകയാണെങ്കിൽ സാധാരണ വെക്കുന്ന പോലെ തന്നെ അങ്ങനെ ചിക്കൻ കറി അങ്ങനെ വെച്ചെടുക്കുവാണ് കേട്ടോ. പിന്നെന്താ, എൻ്റെ ചാനലിലിപ്പോൾ 601 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിടയ്ക്ക് ലൈവ് പോകാറുണ്ട്. അത് കുക്കിംഗ് വീഡിയോ കേട്ടോ ചെയ്യാറ്. അതെനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവരുറങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ, ഐഡിയ കണക്ഷനായിരുന്നു. അതിന് നല്ല റേഞ്ച് എവിടെയാണെങ്കിൽ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് മാറ്റി എയർടെല്ലിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ മോനൊരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് എടുത്തത്, എയർടെല്ലിൽ അങ്ങനെ. പക്ഷേ ലൈവ് പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഇതുവരെയും ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ലൈവ് പോകുമ്പോൾ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇനി അപ്പോൾ ടേസ്റ്റ് നോക്കാനുള്ള ആൾക്കാർ ഇപ്പം എത്തും കേട്ടോ. അപ്പം ആദ്യം തന്നെ സവാളയൊക്കെ വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തത്. കാരണം ഇവിടെ ഗ്രേവി വേണം കേട്ടോ എല്ലാവർക്കും. അകിലൊഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ലോണം ഗ്രേവി വേണം കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ കറി റെഡി ആവുകയാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് 2 പേര് വരും കേട്ടോ. പീലിമോളും വരും, എൻ്റെ മോനും വരും കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കിക്കാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അടി പിടിക്കാതിരിക്കാനായിട്ട്. എനിക്ക് ഇങ്ങനെ വെക്കുന്നതിലും ഇഷ്ടം കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ പീലിമോള് വന്നിട്ടുണ്ട്. കറി റെഡിയായി. ചോറ് കഴിക്കാൻ പോണ ഇനി ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ കറി റെഡിയാക്കി കഴിഞ്ഞു. ഇനി അത് ഇറക്കി വെച്ചിട്ടും ഫ്രൈയും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഒരു സ്റ്റൗള്ളൂ, അടുത്ത ബർണർ പോയി കിടക്കണം കേട്ടോ. അപ്പോൾ അത് നന്നാക്കാനായിട്ട് വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ ഇനി ഇനി നന്നാക്കണ്ടെന്ന് വിചാരിച്ചു. ഒരെണ്ണം പൈസ റെഡിയായി കഴിഞ്ഞിട്ട് വേണം ഒരു സ്റ്റൗ വാങ്ങാനായിട്ട്. ജോലിക്കൊക്കെ പോയിട്ട് വേണം കേട്ടോ ഇനി അതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ റെഡിയായി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകണം. പിന്നെ ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞായറാഴ്ചത്തെ വിശേഷം. ഓക്കെ, ബായ്.